പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എന്നെ ഈ ചാനലിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ലെവിയാദാൻ ഒരു കടൽ ജീവിക്കപ്പുറമോ എന്നുള്ള ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനിടയായി. അതിനോട് ബന്ധപ്പെട്ട് അനവധി പേര് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും അങ്ങനെ ആ കാര്യത്തിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ടാകാനിടയായി. അതിനോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള വചന പഠനത്തിനായിട്ട് സംശയങ്ങൾ അറിയിക്കുകയും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ പലരും ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് വരുന്നത്. നമുക്കൊരു പുതിയ സബ്ജക്റ്റല്ല എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, എങ്കിലും അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ സബ്ജക്റ്റാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 38 ആണ്ട് രോഗിയായി ഒരു കുളക്കരയിൽ ഒരു സൗഖ്യത്തിനായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോങ് 38 ഇയേഴ്സ്, 38 വർഷം ഒരു സൗഖ്യത്തിനായി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ മലയാള ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ 3 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു ദൂതൻ അതത് സമയത്ത് വന്ന് കുളം കലക്കുകയും അപ്പോൾ ആ കുളം കലക്കുമ്പോൾ ആദ്യം ആരിറങ്ങുന്നവോ അവർക്ക് സൗഖ്യം ഉണ്ടാകുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിനോടുള്ള ബന്ധത്തിൽ അനവധി ചോദ്യങ്ങൾ ഉയരാറുണ്ട്. ഇവിടെ വന്ന് കുളം കലക്കുമായിരുന്നോ? അങ്ങനെയെങ്കിൽ കുളം കലക്കി ഏത് ദൂതനായിരുന്നു? അത് യഹോവയുടെ ദൂതനായിരുന്നോ? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും മതവിശ്വാസത്തിൽപ്പെടുന്ന ദൂതന്മാരായിരുന്നോ എന്ന് ചോദ്യങ്ങൾ പലരും ഉയർത്താറുണ്ട്. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ, അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാം. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. വെള്ളം ഒരു ദൂതൻ ഇറങ്ങി കലക്കുന്നു. ആ കലക്കുന്ന സമയത്ത് ആദ്യം ഒരാൾ ഇറങ്ങും. ആ ഇറങ്ങുന്ന ഏത് രോഗമുള്ള ഒരാളാണെങ്കിലും അദ്ദേഹം സൗഖ്യമാകും. അപ്പോൾ ഈ ദൂതൻ ഏതാണ്? ഇങ്ങനൊരു യഥാർത്ഥത്തിൽ അവിടെ ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. എന്നാൽ ഇതിനെ നമ്മൾ ശരിയായിട്ടുള്ള നിലയിൽ നമ്മൾ പഠിക്കണമെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു സംഭവമാണ് ഇവിടെ നമ്മളിവിടെ വായിച്ചത്. ഇവിടുത്തെ ഇതിൻ്റെ പുരാവസ്തു ഗവേഷണം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ചരിത്രം മനസ്സിലാക്കണം. അന്നത്തെ സംസ്കാരം മനസ്സിലാക്കണം. രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹീലിങ്ങുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. ആദ്യമായി ഞാൻ പറയട്ടെ, ഈ ടെക്സ്റ്റ് നമ്മൾ മലയാളത്തിൽ തന്നെ വായിക്കുമ്പോൾ നമ്മൾ നോക്കുക, അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അതിൻ്റെ 2-ാം ഭാഗവും അതുപോലെ തന്നെ 4-ാം വാക്യവും നമ്മൾ അവിടെ നിന്ന് പരിശോധിച്ചാൽ മലയാളം ബൈബിളിൽ അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇംഗ്ലീഷ് ബൈബിളിൽ ചിലയിടത്ത് ബ്രാക്കറ്റിലും എന്നാൽ ചിലത് ഫുട്നോട്ടിലുമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാക്കറ്റിൽ മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ ഭാഷയായ ഗ്രീക്കിലേക്ക് പോവുകയാണെങ്കിൽ പഴയ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റുകളിലൊന്നും തന്നെ ഈ സംഭവം ബ്രാക്കറ്റിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നീടുള്ള ഫുട്നോട്ടിൽ മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ബൈബിൾ ആ ഒരു സംഭവം അവിടെ നടന്നിരുന്നത് ശരിയായിരുന്നു എന്ന് ഒരിക്കലും അവിടെ വ്യാഖ്യാനിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നീടുള്ള അവർക്ക്, ഇത് വായിക്കുന്നവർക്ക് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം അത് ബ്രാക്കറ്റിലും ഫുട്നോട്ടിലും കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ ഒരു ദൂതൻ കൃത്യമായിട്ട് ഇറങ്ങുമായിരുന്നെന്നും
അവിടെ ഇറങ്ങുമ്പോൾ ഒരു രോഗി കടന്നു വരുമ്പോൾ അവർ സൗഖ്യമായിരിക്കുമെന്നും ഒരിക്കലും ബൈബിൾ അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല എന്ന് പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ. ഇവിടെ 38 വർഷം ഒരു മനുഷ്യൻ കുളക്കരയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിനൊരു സൗഖ്യമാണ് ആവശ്യമായിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബ്രോക്കൺനെസ് ആൻഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു തകർച്ചയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരു സ്ഥലമാണ്. ഇവിടെ ഈ മനുഷ്യൻ മാത്രമല്ല കാത്തിരിക്കുന്നത്, അനേകർ അവിടെ ഒരു സൗഖ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സ്ഥലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 5 മണ്ഡപം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 5 മണ്ഡപം അവിടെ ഉണ്ടായിരുന്നു. പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലം പരിശോധിച്ച് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുളവും അതിനോട് ചുറ്റപ്പെട്ട ഈ മണ്ഡപങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നത്തെ സെൻറ്റ് ആൻസ് ചർച്ചിന് അടുത്തായിട്ടായിരുന്നു ഈ മണ്ഡപം സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ഹീലിംഗ് സെൻ്റർ ആയിരുന്നു. അപ്പോൾ തന്നെ മതവിശ്വാസപരമായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെ നിലനിർത്തിക്കൊണ്ട് അവിടെ ചികിത്സാ രീതികൾ അവലംബിച്ചിരുന്നു എന്നും അതേപോലെ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ചികിത്സിച്ച് ഭേദമായിട്ടുള്ള രോഗികളെക്കുറിച്ചുള്ള വിവരണമുള്ള ക്ലേ ടാബ്ലറ്റും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. ഇപ്പോഴിവിടെ പലതരത്തിലുള്ള രോഗികൾ കടന്നു വരികയാണ്. അവിടെ നടക്കുന്ന ചികിത്സാ രീതികൾക്ക് പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. അതിലൊന്ന് വാട്ടർ തെറാപ്പി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാൻ കഴിയും ഹൈഡ്രോ തെറാപ്പി എന്ന് പറയും. ഈ വെള്ളത്തിലൂടെയുള്ള ശുദ്ധീകരണം അല്ലെങ്കിൽ സൗഖ്യം, അങ്ങനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പുരാതന കാലം മുതലേ മനുഷ്യർ അവലംബിച്ചിരുന്ന രോഗചികിത്സാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, വെള്ളം ഉപയോഗിച്ച് ചൂടുവെള്ളം ശരീരത്തിൽ നല്ലതായതുകൊണ്ട് ചില രോഗികൾ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പിയോ അല്ലെങ്കിൽ കുളിയോ ഒക്കെ നടത്തുന്നത് നമുക്കറിയാം. ചൂടുവെള്ളം ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നു, ഐസ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് പുരാതന കാലമേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നു. ഗംഗ ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശുദ്ധ വെള്ളമാണെന്നും അവിടെ സ്നാനം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബലത്തിൽ മതപരമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ലഭിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഗംഗ ഹോളി വാട്ടർ ആണെന്ന് പറയുന്നവരുണ്ട്. പമ്പ നദിയിൽ പോയി കുളിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ സ്നാനവുമായി ബന്ധപ്പെട്ട് മതവുമായി ബന്ധപ്പെട്ട് സ്നാനങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. അപ്പോൾ മതവുമായി ബന്ധപ്പെട്ട് സ്നാനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരാതന കാലത്ത് ചില അരുവികളിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമുണ്ട്. ചൂടുവെള്ളം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാറ ചൂടായതിന് ശേഷം അതിനകത്തു നിന്ന് വെള്ളം കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് പാറ പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തു നിന്ന് വരുന്ന വെള്ളം കുറച്ച് ചൂടുവെള്ളമായിരിക്കും. അതേപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ സൾഫർ കലർന്ന വെള്ളമായിരിക്കും. ചില സ്ഥലങ്ങളിലെ സംബന്ധിച്ചോളം സൾഫർ കലർന്ന വെള്ളമായിരിക്കും. ഇപ്പോൾ ഈ സൾഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൾഫർ കലർന്ന വെള്ളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ നദിയിലൂടെ അല്ലെങ്കിൽ ഈ അരുവിയിലൂടെ വന്ന ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സിലൂടെ ഈ വെള്ളത്തിനൊരു സ്രോതസ്സുണ്ട്. ആ സ്രോതസ്സിൽ നിന്ന് വന്ന ഈ വെള്ളം, പ്രത്യേകിച്ച് ഈ ബെതസ്ത കുളത്തിൽ വരുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് സൾഫർ കലർന്ന വെള്ളമായിരുന്നുവെന്നും സൾഫർ റിച്ചായിട്ടുള്ള വെള്ളമായിരുന്നെന്നും ആ വെള്ളത്തിൽ സ്നാനപ്പെടുന്നവർ അല്ലെങ്കിൽ കുളിക്കുന്നവർ അവർക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങൾ മാറുമെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം ഈ വെള്ളം നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് ചികിത്സ നടത്തുന്നവരുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇറങ്ങുന്നവരുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എങ്ങനെ വെള്ളം കലങ്ങുന്നു എന്ന് കാണുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കലങ്ങുന്നത് ഇവരൊക്കെ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് വെള്ളം കലങ്ങുന്നത്? ശാസ്ത്രീയമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സൾഫറോ കാർബൺ ഡയോക്സൈഡോ ഒക്കെ ഭൂമിക്കടിയിലൂടെ വരും. പിന്നെ ഊറ്റുണ്ട്. ഊറ്റ് വന്നാൽ ചിലപ്പോൾ വെള്ളം ശക്തമായ ഊറ്റുണ്ടെങ്കിൽ വെള്ളം കലങ്ങി വരും. അതുപോലെ തന്നെ സൾഫറുമായി വരുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ കൊണ്ട്, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഈ വെള്ളം പുറത്തു വരും. ഇങ്ങനെയുള്ള രീതിയിലായിരുന്നു ഈ വെള്ളം കലങ്ങിയിരുന്നതെന്നും, എന്നാൽ ഈ വെള്ളം കലങ്ങുന്നത് ഇത് ദൂതൻ വന്ന് കലക്കുന്നതാണെന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു വലിയ സമൂഹം ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനായി അവിടെ അട്രാക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജാലാജി ടെമ്പിൾ എന്നാണ് പറയുന്നത്. ജാലാജി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ചില പ്രത്യേക സമയങ്ങളിൽ തീ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ വിള്ളലുണ്ടാകും. ആ വിള്ളലിൽ നിന്ന് ചില വാതകങ്ങൾ പുറത്തേക്ക് വരും. അത് പിന്നീടുള്ള വായുവുമായി സമ്പർക്കത്തിലായി ഇപ്പോൾ ഭൂമിയിലെ പിളർപ്പിൽ നിന്ന് പ്രകൃതിദത്തമായ വാതകം
പുറത്തു വരികയും അത് വായുവുമായി സഞ്ചരിക്കുമ്പോൾ വായുവുമായി കൂട്ടിമുട്ടിക്കഴിയുമ്പോൾ ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പോൾ തീ ഉണ്ടാകും. അങ്ങനെയാണ് അവിടെ തീ ഉണ്ടാകുന്നത്. പക്ഷേ അവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ജ്വാലാദേവിയാണ്. ആ ജ്വാലാദേവിയുടെ തീയാണ് അവിടെ വരുന്നതെന്നുമാണ് അവരുടെ വിശ്വാസം. എന്നാൽ സയൻറ്റിഫിക്കിൽ ഈ നിലയിലാണ് അവിടെ ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ വെള്ളം കലങ്ങുന്നത് ദൂതനല്ല, ഇത് നാച്ചുറൽ ഫിനോമിന ആയിരുന്നെന്നും അങ്ങനെ വെള്ളം കലങ്ങിയെന്നും എന്നാൽ ചികിത്സയ്ക്കായി രോഗികളെ ആകർഷിക്കാൻ വേണ്ടി ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്നുവെന്ന് മാത്രമേ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഈ 5 മണ്ഡപങ്ങളെക്കുറിച്ച് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 5 മണ്ഡപങ്ങൾ നമുക്ക് കാണാം. ഈ 5 മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോമട്രികളാണ്. ഇവിടെ രോഗികൾ വന്ന് കിടക്കുകയാണ്. ആയിരക്കണക്കിന് രോഗികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ട്രീറ്റ്മെൻറ്റിനായി ഒരു വലിയ പ്രതീക്ഷയോട് കടന്നു വന്നിരിക്കുന്നവരാണ്. അവിടെ നടക്കുന്ന ഈ വാട്ടർ തെറാപ്പി പോലുള്ള രോഗചികിത്സയുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട ചികിത്സയുണ്ട്. അതുപോലെ അവിടെ ഒരു ദൈവമുണ്ട് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആ ഗ്രീക്ക് ദൈവത്തിൻ്റെ പേര് അക്ലിപ്പോയിസ് എന്നായിരുന്നു. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ അവരുടെ ചികിത്സയ്ക്ക് അവരെ സഹായിക്കുമെന്നും അവർ കിടന്നുറങ്ങുമ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു ഡോമട്രി ഉണ്ട്, അവിടെ കിടന്നുറങ്ങുമ്പോൾ അവർ പ്രത്യേക സ്വപ്നങ്ങൾ കാണുമെന്നും ഈ സ്വപ്നത്തിൽ ദൈവം വന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് എങ്ങനെയാണ് ചികിത്സ ലഭിക്കുന്നതെന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസിനെ ഫോളോ ചെയ്തായിരിക്കാം പിന്നീട് അവിടെ നടക്കുന്ന ചികിത്സ പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള തെറാപ്പി, ഒന്ന് വാട്ടർ തെറാപ്പി പോലുള്ള തെറാപ്പി, അതുപോലെ സ്ലീപ്പ് തെറാപ്പി പോലുള്ള സ്ലീപ്പ് തെറാപ്പി. പ്രത്യേക ഡോമട്രിയിൽ കിടക്കുമ്പോൾ അവർക്ക് പ്രത്യേക സ്വപ്നങ്ങൾ വരുന്നു, അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ആ ദൈവം അവർക്ക് വേണ്ടുന്ന ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ മനുഷ്യൻ വന്നത്. 38 വർഷം ഈ മനുഷ്യൻ അവിടെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യനെ ഇദ്ദേഹം ഇൻവാലിഡായ ഒരു മനുഷ്യനാണ്. ഇവിടെ പലതരത്തിലുള്ള രോഗികളുണ്ട്. അവിടെ കുരുടരുണ്ട്, അതുപോലെ തന്നെ ക്ഷയരോഗികളുണ്ട്, കുരുടന്മാരുണ്ട്, മുടന്തന്മാരുണ്ട്, പലതരത്തിലുള്ള വ്യാധി പിടിച്ചവരുണ്ട്. ഇങ്ങനെയുള്ള അനേകർ അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് യേശു ഇവരുടെ അടുക്കിലേക്ക് വരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അനവധി പേര് ചികിത്സയ്ക്കും സൗഖ്യത്തിനുമായിട്ട് കൂടി വരുന്നതിൻ്റെ മധ്യത്തിൽ യേശു അവിടേക്ക് കടന്നു വന്ന് ഈ വിഷയത്തിൽ ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും യേശു അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയും അവരെ ആ തകർച്ചയിൽ നിന്ന് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയുമെന്നും ഉള്ള ഒരു പാഠം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഈ മനുഷ്യൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അവിടെ പറയുന്നില്ലെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലുള്ള ചികിത്സ ഇത്രയും നാൾ വന്നിട്ടുണ്ടാകാം. നേരത്തെ ഈ കുളത്തിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ എന്നിട്ടൊന്നും അദ്ദേഹത്തിന് സൗഖ്യമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കൂടെ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നവരെല്ലാം കൈവിട്ട് അദ്ദേഹം നിസ്സഹായനായി അവിടെ താമസിക്കുന്ന ഒരാളായിരിക്കാമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ യേശു അവിടെ വന്നിട്ട് അവന് സൗഖ്യം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ മനുഷ്യൻ മാത്രമല്ല അനേകർ ഈ സൗഖ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കാത്തിരിപ്പിനൊടുവിൽ 38 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ യേശു അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. നമ്മുടെയൊക്കെ കാത്തിരിപ്പിൻ്റെ ഒടുവിലും പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ യേശു നമ്മുടെ അടുക്കൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഈ മനുഷ്യൻ്റെ അടുക്കലും യേശു കരുണ തോന്നി, അനുകമ്പ തോന്നി. ഈ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ ഉണ്ടാകാം. ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുമിത്രാദികളായി ഒക്കെ അനേകർ അവിടെ കൂടി വന്നിട്ടുണ്ടാകാം. എന്നാൽ അവരുടെ അടുക്കലൊന്നും പോകാതെ ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് മാത്രം യേശു കടന്നു ചെന്നിട്ട് യേശു അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? സൗഖ്യമാകുവാൻ ഇതുവരെയും താൻ വിശ്വാസം അർപ്പിച്ചിരുന്ന ആ സ്ഥലം, താൻ ആശ്രയിച്ച അല്ലെങ്കിൽ താൻ വിശ്വസിച്ചിരുന്ന ഈ സ്ഥലം, അദ്ദേഹം വിചാരിച്ചു ഈ കുളത്തിൽ നിന്ന് തനിക്ക് സൗഖ്യം കിട്ടും, ഈ ദൂതൻ ഇറങ്ങി വരുമ്പോൾ തനിക്ക് സൗഖ്യം ഉണ്ടാകുമെന്നൊക്കെ താൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു അതിൻ്റെ മധ്യത്തിൽ ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, വെള്ളം കലങ്ങുമ്പോൾ ഇറക്കാൻ എന്നെ ആരുമില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ യേശു അതൊന്നുമല്ല യേശു അറിയേണ്ടത്. നീ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ആശ്രയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്കൊരു പുതിയ വഴി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നതാണ് യേശു ചോദിക്കുന്നത്. യേശു ചോദിച്ചതിന് ശേഷം യേശു
ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെതായ ചടങ്ങുകളൊന്നും അവിടെ നിവർത്തിക്കുവാൻ യേശു അവിടെ പരിശ്രമിച്ചില്ല എന്നുള്ളതാണ്. യേശുവിന് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ അദ്ദേഹത്തോട് പറയാം, അതിൻ്റെതായ ടൈമിങ്ങുകൾ പറയാം, ട്രീറ്റ്മെൻറ്റ് വ്യവസ്ഥകൾ പറയാം. ഇതൊന്നും യേശു പറയുന്നില്ല. യേശു ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവന് വേണ്ടതെന്താണ് അത് കൊടുക്കുവാൻ യേശു തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്നെ ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ ആരെങ്കിലും ജീവിതത്തിൽ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തലമുറകളുടെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം, ആത്മീയമായൊരു മാറ്റമായിരിക്കാം. നാളുകളായി നാം ആശ്രയിച്ചിട്ടും നാം പ്രതീക്ഷിച്ചിട്ടും നാം പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത അവസ്ഥയിൽ യേശു നമ്മുടെ അടുക്കൽ വരുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് മാറാൻ നിനക്ക് കഴിയുമോ എന്നുള്ളതാണ്. നിനക്കൊരു വിടുതൽ ആവശ്യമാണോ? വിടുതൽ ആവശ്യമാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇതുവരെയും നീ വിശ്വാസം അർപ്പിച്ചിരുന്ന, ഇതുവരെയും നീ ആശ്രയിച്ച ആ മണ്ഡലത്തെ വിട്ടിട്ട് സൗഖ്യമാകുവാൻ വേണ്ടി വിശ്വാസത്തോട് യേശുവിനെ ആശ്രയിക്കുവാൻ, ദൈവത്തിനെ ആശ്രയിക്കുവാൻ നിനക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ യേശുവിൻ്റെ ചോദ്യം എന്നുള്ളത്. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. ഇപ്പോൾ യേശു നാം ആരാണെന്ന് യേശു നോക്കുന്നില്ല. യേശു ഒരാളെ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജെൻഡർ ഏതാണെന്ന് നോക്കുന്നില്ല, മതം ഏതാണെന്ന് നോക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത നോക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നോക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നോക്കുന്നില്ല. ഈ കാര്യങ്ങളൊന്നും യേശു നോക്കുന്നില്ല. യേശു നോക്കുന്നത് എന്താണ്? നമുക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമാണ് യേശു ഇവിടെ നോക്കുന്നത്. യേശു നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിലാണ് നോക്കുന്നത്, നമ്മുടെ പ്രശ്നത്തിലാണ് നോക്കുന്നത്. പക്ഷേ ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം യേശുവിനെ നോക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയുമോ? അവനിൽ നാം വിശ്വാസത്തോട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശുവിന് കഴിയുന്നോ എന്ന് നാം പരിശോധിക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ കാത്തിരിപ്പിനൊടുവിൽ ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും അപ്പുറം യേശു ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവിടെ ഈ മനുഷ്യൻ്റെ പ്രതീക്ഷ മുഴുവൻ, ഇതുവരെയും ഈ മനുഷ്യൻ്റെ പ്രതീക്ഷ എന്നുള്ളത് ഈ കുളത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അവിടേക്ക് എടുത്തിയാടുവാനോ ഇറക്കുവാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മനുഷ്യൻ അവിടെ ഇറങ്ങാൻ കഴിയുമെങ്കിൽ സൗഖ്യം ഉണ്ടാകുമെന്ന് ഇദ്ദേഹം വിചാരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു അവിടെ പറയുന്നത് എന്താണ്? യേശു അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്താഗതികൾക്കും, അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഇന്നുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും അറിവിനും അപ്പുറം യേശു ഇവിടെ പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ മനുഷ്യൻ ആ കുളത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള അനവധി പേരെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടേതായ ചിന്താഗതിയിലും മറ്റാരെങ്കിലും പറഞ്ഞ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുളമുണ്ട്, അവർ തന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ഒരു കുളമുണ്ട്. അവർ വിശ്വസിക്കുന്നതിലെ തത്വജ്ഞാനങ്ങൾ, അവർ വിശ്വസിക്കുന്നതിലെ ആശ്രയങ്ങൾ, അവരുടെ ചില അന്ധവിശ്വാസങ്ങളിൽ ആശ്രയിച്ച് അവർ തന്നെ അവരുടേതായ കുളം കുഴിച്ചുകൊണ്ട് വിടുതലിനായി ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ 38 വർഷവും അങ്ങനെയുള്ളവർ ആ കുളക്കരയിൽ കിടക്കുമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഈ 38 വർഷം രോഗിയായി കിടക്കുന്ന ഈ മനുഷ്യൻ കുളത്തിൽ ആശ്രയിച്ച് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടിക്കായി നാം തന്നെ ഉണ്ടാക്കിയ, നാം തന്നെ സൃഷ്ടിച്ച, നാം തന്നെ ഭാവിച്ചിരിക്കുന്ന ചില കുളങ്ങളിൽ നമ്മൾ ആശ്രയിക്കുകയാണോ? അങ്ങനെ നാം ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ജയം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. നാം ഇതുവരെയും ആശ്രയം വെച്ചിരിക്കുന്ന കുളങ്ങളെയും നാം സൃഷ്ടിച്ചെടുത്ത, നമ്മുടെ മനസ്സിൽ നാം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ആശ്രയങ്ങളെയും വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ, ജയം പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ വലിയ ആഴത്തിലുള്ള ഒരു കുഴിയിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ. ആ കുഴിയിൽ കിടക്കുന്ന മനുഷ്യൻ അതിൽ നിന്ന് കയറി വരുവാൻ വേണ്ടി അദ്ദേഹം ഒരു കോവേണിയെ ആശ്രയിക്കുകയാണെന്നിരിക്കട്ടെ. ആ കോവേണിയാകട്ടെ ബലമില്ലാത്ത, തകർന്നിരിക്കുന്ന ഒരു കോവേണിയെ അദ്ദേഹം ആശ്രയിച്ച് അതിൽ ചവിട്ടി കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുഴിയിൽ അദ്ദേഹം പിന്നെയും വീണു പോകുക മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇതുപോലെയാണ് 38 വർഷമായി ഈ മനുഷ്യൻ
ഈ കുളത്തിലും ഈ വിശ്വാസത്തിലും ആശ്രയിച്ചുകൊണ്ട് താൻ പിന്നെയും അവിടെ തന്നെ കിടക്കുന്ന, പിന്നെയും ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹമായിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാം ദീർഘനാളുകളായി നാം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രോഗ്രസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്, നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, നമുക്ക് പല മേഖലകളും ഉദ്ധാരണം ആവശ്യമാണ്. എന്നാൽ ഉദ്ധാരണം നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തകർന്നിരിക്കുന്ന, മുറിഞ്ഞിരിക്കുന്ന ഒരു കോവേണി ആശ്രയിച്ച ആ മനുഷ്യൻ ആ കുഴിയിലേക്ക് വീഴുന്നത് പോലെ മാത്രമേ ഉള്ളൂ. നാം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഒരു വിടുതലിന് വേണ്ടി ഇരുന്നാൽ അപ്രകാരം തന്നെയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നാം ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ആശ്രയം വെച്ചിരിക്കുന്ന പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെടിയണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. 5-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു ആ മനുഷ്യനെ ആലയത്തിൽ കാണുന്നു. അപ്പോൾ യേശു അദ്ദേഹത്തോട് സംസാരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അന്നേരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യനോട് പറയുന്നു, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ മനുഷ്യനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം 38 വർഷം കുളക്കരയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് പോലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ്. ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഈ മനുഷ്യൻ മറ്റെല്ലാവരും ചെയ്യുന്നത് പോലുള്ള തിന്മകളിലേക്ക് വീഴാനോ ചെയ്യാനോ ഉള്ള ആരോഗ്യ സാഹചര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല. എന്നാൽ അദ്ദേഹം എന്തായിരിക്കാം ഇവിടെ ചെയ്തിരിക്കുന്ന പാപം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന പാപം എന്താണ്? നമുക്കറിയാം, ഒന്ന് ജന്മപാപം എല്ലാ മനുഷ്യരിലുമുണ്ട്, അത് ആ മനുഷ്യരിലും ഉണ്ടാകാം. എന്നാൽ അദ്ദേഹം നിരന്തരമായ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള പാപങ്ങൾ ചെയ്തതായി നമുക്കവിടെ വായിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ നമുക്ക് ചിന്തിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തെറ്റെന്താണ്? അദ്ദേഹം താൻ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ആശ്രയിച്ച ചില ദൈവങ്ങളുണ്ടായിരുന്നു. അവയിലുള്ള വിശ്വാസത്തിൽ അദ്ദേഹം 38 വർഷം ഒരു വിടുതലിനായി തകർന്നവനായി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒന്നും രക്ഷയില്ല എന്നും ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയെന്നും ആ സംഭവത്തിലൂടെ തനിക്ക് മനസ്സിലായി കിട്ടിയിട്ടുണ്ട്. ഇനിയും ആ പഴയ അവസ്ഥയിലേക്ക്, ആ പാപപ്രവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ആരാധനയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് താൻ മടങ്ങിപ്പോകരുത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ വേണ്ടി. നാം എല്ലാം, എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം എല്ലാവരും ഒരു കാലത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യേശുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവൻ്റെ വചനം പഠിക്കുകയും ചെയ്യുന്നവരാണ്. യേശു ക്രിസ്തുവിലൂടെ സൗഖ്യവും വിടുതലും, യേശു ക്രിസ്തുവാണ് നാം രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം പഴയ കാര്യങ്ങളും അതിനെ തുടർന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന് യേശു ക്രിസ്തുവിടെ ഒരു വാണിംഗ് കൂടെയാണ് നമുക്ക് ഏവർക്കും നൽകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷകനായ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ ആ പഴയ രീതികൾ നാം വിടണമെന്ന് യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അധികം തിന്മയായത് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാം ഇന്ന് ഏത് അവസ്ഥയിലാണോ? നമ്മൾ തകർന്ന അവസ്ഥയിൽ ഈ മനുഷ്യൻ ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്ഥലത്തായിരിക്കുന്ന അതേ ഒരു സ്ഥലത്താണോ നമ്മൾ? ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? നാം തകർന്നവരായിട്ടാണോ ഇന്ന് ജീവിക്കുന്നത്? അല്ലേ, കർത്താവ് നമ്മുടെ അടുത്ത് വരികയാണ്, അവൻ നമ്മളോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. രോഗമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നത്തിനും പരിഹാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം തരുവാൻ യേശു നമ്മുടെ അരികിലുണ്ട്. നാം അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ? യേശു നമ്മളോട് ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അടുത്തതായി യേശു ചോദിക്കുകയാണ്, പഴയ നിൻ്റെ ആ ജീവിതക്രമമൊക്കെ വിട്ടിട്ട് യേശുവിനെ നാം അനുഗമിക്കുവാൻ നാം തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനിവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ് ഈ ആശയങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 38 വർഷം ഈ മനുഷ്യൻ ബെഥസ്ദ എന്ന ഈ കുളക്കരയിൽ ഒരു സൗഖ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഈ സ്ഥലത്ത് അനേക രോഗികളുണ്ട്, അനേകർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹവും ദീർഘനാളുകൾ കാത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെ അനേകർ ഇരിക്കുന്നുണ്ടാകാം. അവിടെ ചികിത്സയിലൂടെ സൗഖ്യം പ്രാപിച്ചവരുണ്ടാകാം. എന്നാൽ അവർക്കാർക്കും ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ യേശു ആ മനുഷ്യനെ അന്വേഷിച്ച് ഈ വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ ചെല്ലുകയാണ്. യേശു നാം തകർന്നിരിക്കുന്ന, നമ്മുടെ തകർന്നു നിറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം നമ്മുടെ തകർച്ചയെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കാത്തിരിപ്പിനെയും കാണുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ യേശു കടന്നു വരികയാണ്. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിങ്ങൾ നാളുകളായി നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഏതെങ്കിലും ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരായിരിക്കാം. എങ്കിൽ യേശു അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? നാം ഇന്നുവരെയും നാം ആശ്രയിച്ചിരുന്ന
കോവേണികളുണ്ട്. കുഴിയിൽ നിന്ന് കയറുവാൻ വേണ്ടി തകർന്ന കോവേണിയിൽ നമ്മൾ ആശ്രയിച്ചതുപോലെ ഈ മനുഷ്യൻ കുളക്കരയിൽ കിടന്ന് ആ ഡോമട്രിയിലും അവിടുത്തെ ചികിത്സാ സ്ഥലത്തും കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കാത്തിരിപ്പ് നടത്തുകയാണ്. ഒരു വിടുതലിനായി കുളത്തെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. എന്നാൽ ആ മനുഷ്യൻ അവസാനം തിരിച്ചറിഞ്ഞു, ആ കുളമല്ല, യേശുവിന് മാത്രമേ അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആശ്രയിച്ചതുപോലെ യേശുവിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.